ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തിരൂർ നഗരത്തിലെ പുതിയ ട്രാഫിക് പരിഷ്കരണത്തിനെതിരെ ട്രേഡ് യൂണിയനുകൾ രംഗത്ത്. നഗരവികസനം ചില വിഭാഗങ്ങളെ മാത്രം സംതൃപ്തിപ്പെടുത്തി തൊഴിലാളികളെ ദ്രോഹിക്കാൻ അനുവദിക്കില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ. തിരൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുടെ യോഗം ഇന്ന് അന്നാരയിൽ വെച്ച് ചേരേണ്ടായി. ആ യോഗത്തിൻ്റെ ഭാഗമായി തിരൂർ ടൗണിൽ തിരൂർ നഗരസഭയുടെയും അതുപോലെ തന്നെ ട്രാഫിക് റെഗുലേറ്ററി സമിതിയുടെയും നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ചില പുതിയ ട്രാഫിക് പരിഷ്കരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടായി. അപ്പം തിരൂർ നഗരത്തിൽ പുതുതായി കൊണ്ടുവരുന്ന ട്രാഫിക് പരിഷ്കരണങ്ങളെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഇത് ഒരു തൊഴിലാളിയോട് പോലും ആലോചിക്കാതെ ചുരുക്കം ചില ആളുകൾ മാത്രം കൂടിയിരുന്ന് തീരുമാനമെടുക്കുന്ന രീതിയിലേക്കാണ് നിലവിലെ മുനിസിപ്പൽ ഭരണസമിതിയും അതുപോലെ തന്നെ ട്രാഫിക് റെഗുലേറ്ററി സമിതിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. തിരൂരിൻ്റെ വികസനത്തിനനുസരിച്ച് തന്നെ തിരൂരിൻ്റെ മറ്റു മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി തൊഴിലാളികൾക്ക് അനുഗുണമാകുന്ന രൂപത്തിൽ വേണം തിരൂരിൻ്റെ വികസനം എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരൂരിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടുകയും തിരൂർ നഗരത്തിൽ പലതരത്തിലുള്ള ട്രാഫിക് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ചില മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് CITU, INTUC, STU, AITUC, BMS തുടങ്ങിയ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി രംഗത്ത് വന്നിട്ടുള്ളത്. തിരൂർ നഗരത്തിൽ പുതിയ ഓട്ടോകൾക്ക് പെർമിറ്റ് അനുവദിക്കണമെന്നും ചില ഓട്ടോ സ്റ്റാൻഡുകൾ മാറ്റി സ്ഥാപിക്കണമെന്നും നഗരത്തിൽ പലയിടത്തും സിഗ്നൽ ലൈറ്റുകൾ കൊണ്ടുവരുന്നത് അടക്കമുള്ള വലിയ തരത്തിലുള്ള പരിഷ്കരണമാണ് വരുന്നതെന്ന് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ചില മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിനെതിരെയാണ് ട്രേഡ് യൂണിയനുകൾ ശക്തമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഗതാഗതക്കുരുക്ക് കൊണ്ട് വീർപ്പുമുട്ടുന്ന തിരൂർ നഗരത്തിൽ പുതിയ ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നത് നഗരത്തിലെ വലിയ രീതിയിൽ വീർപ്പുമുട്ടിക്കൽ ആകുമെന്നും പല വ്യാപാര സ്ഥാപനങ്ങളുടെയും താൽപര്യങ്ങൾക്ക് വേണ്ടി ഓട്ടോ സ്റ്റാൻഡുകൾ മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല എന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. തിരൂർ നഗരത്തിൽ പുതുതായി കൊണ്ടുവരുന്ന ട്രാഫിക് പരിഷ്കരണങ്ങൾ തിരൂരിലെ മോട്ടോർ തൊഴിലാളികളും പൊതുസമൂഹത്തിലെ പ്രതിനിധികളും ഭരണകക്ഷികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ചിരുന്ന് തീരുമാനമെടുത്തതാണ് വിജയിച്ചിട്ടുള്ളതെന്നും അടിച്ചമർത്തൽ സമീപനവുമായി എടുത്ത ഒരു തീരുമാനവും വിജയിച്ചിട്ടില്ല എന്നും നേതാക്കൾ പറഞ്ഞു. ഇത് നടപ്പിലാക്കാൻ തുടങ്ങിയാൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഇന്ന് തിരൂർ അന്നാരയിൽ ചേർന്ന സംയുക്ത ട്രേഡ് യൂണിയൻ യോഗം അറിയിച്ചു. ഹരീഷ് കുമാർ സ്വാഗതം പറഞ്ഞ യോഗം റാഫി തിരൂർ അധ്യക്ഷത വഹിച്ചു. മൂസ പരനേക്കാട് ഉദ്ഘാടനം ചെയ്തു. R. രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സെമീൽ K, അഡ്വക്കേറ്റ് റാഫി, അബ്ദുൽ ജലീൽ, ഹുസൈൻ, സമദ്, ഇബ്നു റിയാസ് ബാബു, സുധി അനാര തുടങ്ങിയവർ സംബന്ധിച്ചു. ശിവദാസൻ നന്ദി പറഞ്ഞു. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.